ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റിലേക്ക് നിങ്ങളെ ഈ പ്രഭാതത്തിൽ വന്ദനം ചെല്ലുന്നു. ദൈവത്തിൻ്റെ മക്കളെ, നിങ്ങളുടെ മേൽ ഇതുവരെ തുറക്കപ്പെടാത്ത വാതിലുകൾ, ഇതുവരെ നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടാത്ത വാതിലുകൾ സ്വയമേ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടാൻ പോകുകയാണ്. ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ, പ്രവചനങ്ങൾ. നിങ്ങളുടെ വിദ്യാഭ്യാസം നോക്കിയാൽ അനവധി വിദ്യാഭ്യാസം നിങ്ങളുടെ മുമ്പിലുണ്ട്. ആമേൻ. നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടേണ്ട വഴികളും വാഗ്ദത്തങ്ങളും ഇതുവരെ തുറക്കപ്പെടാതിരിക്കുമ്പോൾ യെശയ്യാവിൻ്റെ പുസ്തകം 45-ാം അധ്യായം കോരേശിനോട് ദൈവം പറയുന്നു, ഞാൻ നിനക്ക് മുമ്പേ കടന്നു പോകും, ദുർഘടങ്ങളെ നിരപ്പാക്കും, താമ്രവാദികളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ കണ്ണിച്ചു കളയും. ആർത്തരം വന്ന കടലിന് മുൻപിൽ ആമേൻ തിരമാലകൾ അടിച്ച് പടക് തകർത്ത് കളയുവാൻ തോന്നുമ്പോൾ ആമേൻ പടകിൻ്റെ അകത്ത് സുഖകരമായി ഉറങ്ങിയ യേശു കർത്താവ് കാറ്റിനെയും കടലിനെയും എഴുന്നേറ്റ് ശാന്തമാക്കി. പ്രിയ ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, ദൈവമക്കളെ, നിങ്ങളോട് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ആമേൻ. പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരും. നിങ്ങളുടെ മുമ്പിൽ ഇതുവരെ അടഞ്ഞുവെന്ന് തോന്നിയ വഴികൾ നിങ്ങളുടെ മുമ്പിൽ സ്വയമേ തുറക്കും. ആര് നിങ്ങൾക്ക് വേണ്ടി തുറക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങളുടെ മുമ്പിൽ സ്വയമേ വാതിൽ തുറക്കുന്ന പകലാണ്. നിങ്ങളുടെ മുമ്പിൽ അടഞ്ഞുവെന്ന് തോന്നിയ വഴികൾ, അതിനേക്കാൾ ശ്രേഷ്ഠകരമായ വഴികൾ നിങ്ങളുടെ മുമ്പിൽ ദൈവം തുറക്കുന്നു. നീ ഇന്നലെ രാത്രി കരഞ്ഞില്ലേ? കരഞ്ഞ വിഷയത്തിന് ഇതുവരെ മറുപടിയില്ല എന്ന് പറഞ്ഞ് നീ നീറിയില്ലേ? ഇന്ന് പകലും നിന്റെ ഹൃദയത്തിൻ്റെ അകത്ത് നീറ്റലതല്ലേ? ഇന്ന് പകൽ സർവശക്തൻ നിന്നോട് പറയുന്നു, ഭാരപ്പെടരുത്, വേദനപ്പെടരുത്. അവൻ നിന്റെ കരത്തിൽ പിടിച്ചിട്ടുണ്ട്. അവൻ നിന്റെ കരത്തിൽ നിന്നെ പിടിച്ചിട്ടുണ്ട്. അവൻ നിന്നെ താങ്ങും, അവൻ നിന്നെ നടത്തും, അവൻ നിന്നെ പോറ്റി പുലർത്തും. നിന്റെ മുമ്പിൽ അടഞ്ഞ വഴി തുറക്കുന്ന ദൈവം, അടഞ്ഞുവെന്ന് തോന്നിയത് ദൈവം തുറക്കും. നിന്റെ ജീവിതം തകർന്നുവെന്ന് നീ ചിന്തിക്കുന്നോ? ഇല്ല, അവൻ നിന്നെ തുറക്കും. ആമേൻ. അസ്തമിക്കുവാൻ ദൈവം അനുവദിക്കില്ല. ആമേൻ. ജീവിതത്തിന്റെ വാതിലുകളെല്ലാം കെട്ടിയടയ്ക്കപ്പെട്ടു എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ആ വാതിൽ ഓപ്പണായിരിക്കും. ദാവീദേ, നിന്റെ ജീവിതത്തിന്റെ പ്രശ്നം എന്താ? സ്വന്തം മകൻ പോലും നിനക്കെതിരായി നിൽക്കുമ്പോൾ, സാഹചര്യങ്ങൾ മുഴുവനും നിനക്കെതിരായി നിൽക്കുമ്പോൾ, ആമേൻ, നിനക്ക് വേണ്ടി നീതിയോടെ ഇറങ്ങി വന്ന് പ്രവർത്തിച്ച്, ദാവീദിന് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിച്ചവൻ ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരും. പത്രോസ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായത്തിൽ പത്രോസ് സുഖകരമായി ഉറങ്ങി. ആമേൻ. രാത്രിയിൽ ദൈവത്തിന്റെ ദൂതൻ അവന്റെ വിലാപ്പുറത്ത് തട്ടി, വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. അവനെ 1-ാം കാവലും 2-ാം കാവലും 3-ാം കാവലും കടന്ന് അവനെ പുറത്തു കൊണ്ടുവന്നു. അവൻ സ്വപ്നം കാണുന്നവനെ പോലെ ആയി എന്ന് വചനം പറയുന്നു. ഇന്ന് പകൽ പെട്ടെന്ന് ഒരു ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുകയാണ്. ആമേൻ. ആരും തുറക്കില്ലെന്ന് പറഞ്ഞ വാതിൽ സ്വയമേ നിന്റെ മുമ്പിൽ തുറക്കപ്പെടും. അതെ, ഈ പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതത്തിന്റെ വഴികൾ തുറക്കുകയാണ്. മനുഷ്യൻ കെട്ടിയടച്ചത് ദൈവം താൻ തുറക്കും. പൈശാചിക മണ്ഡലങ്ങളിൽ കെട്ടിയടയ്ക്കപ്പെട്ടത് ദൈവത്തിന്റെ ആത്മാവിനാൽ കാര്യസ്ഥനിലൂടെ നീ അത് തുറക്കും. ഇന്ന് പകൽ വിശ്വാസത്തോടെ നമുക്ക് മുന്നേറാം. ആമേൻ. ആര് എതിർത്താലും ആര് തടഞ്ഞാലും നിന്റെ വഴികളെ ആമേൻ ദൈവം തുറന്നിരിക്കും. പരിശുദ്ധാത്മാവ് തുറന്നിരിക്കും. നിയമങ്ങൾ, നിന്റെ വാഗ്ദത്തങ്ങളെ, നിന്റെ പ്രവചനങ്ങളെ, ദൈവം നിന്നോട് അരുളി ചെയ്ത വാഗ്ദത്തങ്ങൾക്കെതിരെ നിയമം അടച്ചോ? ആമേൻ. പ്രതികൂലങ്ങൾ നിമിത്തം ആമേൻ കുടുംബക്കാർ, ചർച്ചക്കാർ, ബന്ധുക്കൾ ആമേൻ നിന്റെ വാഗ്ദത്തങ്ങളെ, പ്രവചനങ്ങളെ അടച്ചോ? സഭ ആമേൻ ഡിനോമിനേഷൻ അടച്ചോ? നീ ഭാരപ്പെടരുത്. നിന്റെ മുമ്പിൽ ദൈവം എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കൾ ചിതറിപ്പോകും. നിനക്ക് വേണ്ടി ഈ പകൽ പരിശുദ്ധൻ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. സർവശക്തൻ നിനക്ക് വേണ്ടി എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അവൻ നിന്റെ മുമ്പിൽ സ്വയമേ നിന്റെ മുമ്പിൽ വാതിലുകൾ തുറക്കും. ധൈര്യമായിരിക്കുക. ഇന്ന് പകൽ ആ വഴികളെ നിനക്ക് വേണ്ടി തുറന്നു കഴിഞ്ഞു. ആമേൻ. യഹൂദ ഗോത്രത്തിന്റെ സിംഹമായവൻ നിനക്ക് വേണ്ടി എഴുന്നേറ്റ് കഴിഞ്ഞു. ആമേൻ. നീ ഇന്ന് പകൽ
ആത്മാർത്ഥതയോടെ ഹൃദയനുറുക്കത്തോടെ നീ പ്രാർത്ഥിച്ച വിഷയത്തിന് ഇന്ന് പകൽ ഒരു വിടുതൽ ഉണ്ടായിക്കഴിഞ്ഞു. വാതിൽ നിന്റെ മുമ്പിൽ തുറന്നിരിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.